CPR നൽകി പലരുടെയും ജീവൻ തിരികെ പിടിക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് ഒരുപാട് അനുഭവങ്ങൾ അത്തരത്തിലുണ്ടായിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോഴൊക്കെ മൃഗങ്ങളെയും അങ്ങനെ CPRലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന കാഴ്ചകൾ നേരത്തെ മാതൃഭൂമി നമ്മൾ തത്സമയ റിപ്പോർട്ടറിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതവണ കൊല്ലം തെന്മനയിൽ നിന്നാണ് ഒരു കാഴ്ച. അവിടെ CPR നൽകി ജീവൻ രക്ഷിച്ചെടുത്തത് ഒരു കുരങ്ങിൻ്റെയാണ്. അപ്പോൾ ഒരു യാത്രയ്ക്ക് പോവുകയായിരുന്നു കുറച്ച് കൂട്ടുകാർ. കൊല്ലം പുനലൂർ വഴിയാണ് അവരുടെ യാത്ര. അപ്പോൾ പുനലൂർ സ്വദേശികളാണ് അവർ. ഒരുമിച്ച് പോകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു കുരങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ നിലയിൽ കാണുന്നത്. പക്ഷേ അവർ വാഹനം നിർത്തി കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു. പിന്നെ ഒരു ശ്രമം നടത്തി. അത് സക്സസ് ആയി. കാണാം. വെള്ളം കൊണ്ട് ഓണാ ഒന്നും ഇല്ല മറ്റേ ആട്ടിനകത്ത് കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. ശരി, ഒരു പറയുന്നു. കരുതുരുട്ടി പാലത്തിന് മുൻവശത്തായിട്ട് റോഡരികിൽ ഏതോ വാഹനം തട്ടിയിട്ട് കിടന്ന കുരങ്ങനെ ജീവന് വേണ്ടി പെടുന്നതായിട്ട് കാണുകയും തുടർന്ന് എൻ്റെ സുഹൃത്തുക്കളായ ജാസ് പുനലൂരും ഷംനാദ് വള്ളക്കടവും ഞങ്ങൾ വാഹനം ഒതുക്കി തുടർന്ന് CPR കുരങ്ങന് നൽകുകയും 20 മിനിറ്റോളം CPR നൽകേണ്ടതായിട്ട് കുരങ്ങന് വന്നു. തുടർന്ന് തെന്മല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിപ്പിക്കുകയും തുടർന്ന് അവിടുത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ രാധാകൃഷ്ണൻ സാർ വരികയും കുരങ്ങിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് അവർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. വൈൽഡ് ലൈഫ് സ്നേക്ക് ക്യാച്ചർ എന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് CPR നൽകി ഒരു മൃഗത്തെ രക്ഷിക്കുന്നത്. മതിയായ സന്തോഷമുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളതായിട്ട്, വാഹനം തട്ടിയിട്ട് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളെപ്പോലെ തന്നെയാണ് അവരുടെ ജീവനും എന്നും കൂടെ ഓർക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കേണ്ടതാണ്. ശരിയാണ്. അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യമാണ്. ഈ വാഹനം തട്ടിയിട്ട് അബദ്ധത്തിൽ അങ്ങനെ ഒരു സംഭവിച്ചാലും ഉടനടി വനവകുപ്പിനെയൊക്കെ ഒന്ന് വിവരം അറിയിച്ചാൽ അവർ വന്ന് അതിനെ രക്ഷപ്പെടുത്തുമായിരുന്നു. അത് ചെയ്തില്ല. ആ വാഹനം ഇടിച്ചിട്ട് പോയവർ എങ്ങനെയെങ്കിലും ആകട്ടെ തങ്ങൾ രക്ഷപ്പെട്ടു, തങ്ങളുടെ തടി കഴിച്ചില്ലായി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഇവരവിടെ ആ സമയത്ത് എത്തിയതുകൊണ്ട് ആ ജീവൻ രക്ഷിക്കാൻ കഴിച്ചു. അപ്പോൾ കണ്ണൻ അതിനെക്കുറിച്ച് പറയും. കണ്ണ, അദ്ദേഹത്തിന് നേരത്തെയും ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും കുരങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു CPRലൂടെ അതിൻ്റെ ജീവൻ തിരികെ പിടിക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ആ 3 പേരും ഒരുപോലെ അഭിനന്ദനം അർഹിക്കുന്നു പറയും. എത്രയായാലും ഒരു ജീവനാണ്. അത് ചെറിയ ജീവിയുടെയോ മനുഷ്യൻ്റെ ഒക്കെ ആയിക്കോട്ടെ, ആ ജീവന് അത് വലിയ വിലയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ രാജേഷിൻ്റെ വാക്കുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അഞ്ചലിലെ RRT സംഘത്തിൽപ്പെട്ട ഒരാളാണ് രാജേഷ്. 17 വർഷമായി പാമ്പ് പിടുത്തത്തിൻ്റെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ്. പത്തനാപുരത്തായാലും കൊട്ടാരക്കരയുടെ വിവിധ ഭാഗങ്ങളിലായാലും അഞ്ചൽ മേഖലയിലായാലും അവിടെയൊക്കെ പോയി പാമ്പ് പിടുത്തം നടത്തുകയും നാട്ടുകാരെയൊക്കെ തന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ 3 കൂട്ടുകാർ രാജേഷും ജാസും ഷംനാദും ചേർന്ന് തെങ്കാശിയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് തെങ്കാശിയിലേക്ക് പോകുന്ന വഴി തെന്മല ഭാഗത്ത് വെച്ച് ഒരു കുരങ്ങന് ഇത്തരത്തിലുള്ള ഒരു വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നത് കണ്ടത്. റോഡിൽ ഒരു മരണത്തോട് മല്ലിടിക്കുന്ന അവസ്ഥയായിരുന്നു. പെട്ടെന്ന് രാജേഷ് ആ വാഹനം അവിടെ നിർത്താൻ പറയുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ചെന്ന് ഏതാണ്ട് 10-15 മിനിറ്റോളം വളരെ വേഗത്തിൽ ഒരു CPR നൽകുന്നു. സാധാരണ മനുഷ്യർക്കൊക്കെ CPR നൽകുന്നതിന് സമാനമായ രീതിയിൽ ഇതിനും ഈ കുരങ്ങിനും CPR നൽകി. അതുകൊണ്ട് 15 മിനിറ്റ് നീണ്ട ഒരു ശ്രമത്തിന് ഒടുവിലാണ് ഇത്തരത്തിൽ ആ കുരങ്ങിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതും. അതിനുശേഷം അതിന് ശരീരത്ത് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു. സാധാരണ ഇത്തരത്തിൽ ഈ ഒരു മരണത്തോട് മല്ലടിക്കുന്ന ജീവികളാണെങ്കിൽ ഒരു കാരണവശാലും വെള്ളം കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദേഹത്തൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അതിനെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചു. അവിടെ തീർന്നില്ല ഈ രാജേഷിൻ്റെയും സുഹൃത്തുക്കളുടെയും ഒരു സേവന മനോഭാവം. അവർ തെന്മല RRT സംഘത്തെ വിളിച്ചു. തെന്മല RRT സംഘത്തിലുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അടക്കമുള്ള ആൾക്കാർ അവിടേക്ക് എത്തി. കാര്യം ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഈ കുരങ്ങിന് ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു. ആ മുറിവുകളൊക്കെ തന്നെ മരുന്ന് വെച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. അതിന് ചികിത്സ നൽകേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെന്മലയിലുള്ള RRT ടീമിനെ അറിയിക്കുകയും അവിടുത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുകയും ഈ കുരങ്ങിനെ ഏറ്റെടുക്കുകയുമായിരുന്നു. അതായത് ഒരു CPR കൊണ്ട് മാത്രമല്ല, അതിനുശേഷം പിന്നീട് ഒരു പരിക്കുകളൊന്നും ഇല്ലാതെ വീണ്ടും നല്ല രീതിയിൽ അതിനെ ജീവിക്കാൻ സാധിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് രാജേഷിൻ്റെയും സുഹൃത്തുക്കളുടെയും ഭാഗത്ത് നിന്ന് നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം. ആശംസകൾ നേരുകയും രാജേഷിൻ്റെ
രാജേഷിൻ്റെ നല്ല പ്രവൃത്തിക്ക് പിന്തുണ നൽകുക തന്നെ ചെയ്യുന്നു. വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ കൂടുതൽ സജീവമാകാൻ അല്ലെങ്കിൽ ഈ സഹജീവി സ്നേഹം തുറന്നു കാട്ടാൻ ഇത്തരത്തിൽ ജീവൻ രക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി പറയുകയാണ്. ശരിയാണ്. എന്തായാലും ആ യുവാക്കൾക്ക് ആശംസകൾ. ഒരിക്കൽ കൂടി രാജേഷ് തന്നെ അവസാനം പറഞ്ഞ വാക്കുകൾ നമ്മൾ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടി പരിക്ക് പറ്റിയാൽ ദയവായി വനവകുപ്പിനെ അടുത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഒന്ന് വിവരം അറിയിച്ചാൽ ആ ജീവൻ തിരികെ പിടിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ടു പോകരുത് ദയവായി. ശരി.